മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫിറഔനിൽ നിന്ന് രക്ഷിച്ചത്, അതേപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തിയത്, ഇദ്രീസ് നബി അലൈഹി സ്വലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തിയത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രസവിക്കപ്പെട്ടത്, അങ്ങനെ എണ്ണിയാലൊതുങ്ങാത്ത അത്ഭുതങ്ങൾ നടന്ന ദിവസമാണ് ആശുറായിന്റെ ദിവസം. സ്വാഭാവികമെന്നോണം കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അനുസ്മരിക്കുന്നതിലൂടെ നമുക്കൊരുപാട് പ്രതിഫലങ്ങൾ ഒന്നിരിക്കെ അള്ളാഹുവിൽ നിന്ന് കിട്ടിയേക്കാം എന്നതിന് പുറമെ എന്തുപകാരമാണ് അതിലൂടെ നമുക്കുള്ളത് എന്ന് ഒന്നിരിക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവാം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അത്ഭുതങ്ങളാണ്. ഒരിക്കലും തന്നെ നടക്കൂല എന്ന് വിചാരിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നടക്കുന്നവർ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നടക്കുന്നത് അത്ഭുതങ്ങളോടുകൂടി കാണപ്പെടുന്ന പല സംഭവങ്ങളാണ് ഉണ്ടായത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, പല പ്രശ്നങ്ങളെയും നമ്മൾ കാലങ്ങളായി അഭിമുഖീകരിക്കുന്നുണ്ടാവാം. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടാനുള്ള ദിവസം കൂടിയാണ് ആശുറാഹിന്റെ ദിവസം. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അള്ളാഹുവിനോട് പറഞ്ഞ് അതെല്ലാം പരിഹരിക്കുന്ന തരത്തിൽ മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് വിഷയങ്ങൾ പറയുകയാണെങ്കിൽ ആശുറാഹിന്റെ ദിവസം നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ദിവസം കൂടിയായി മാറും എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്.